തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷണറിയായിരുന്ന ബുട്ടാരി എന്ന ഈശോസഭാ വൈദികനിൽ നിന്നും 1745 മെയ് 17 നീലകണ്ഠപിള്ളയും ഭാര്യയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ പേര് ലാസർ എന്നാക്കി മാറ്റുകയും ചെയ്തു. എന്നിരുന്നാലും ദൈവത്തിന്റെ സഹായം എന്നർത്ഥം വരുന്ന ദേവസഹായം എന്ന പേരിലാണ് പിന്നീട് അദ്ദേഹം കൂടുതലായി അറിയപ്പെട്ടത്. ഭാര്യ ഭാർഗവി അമ്മാൾ അറിവിന്റെ പുഷ്പം എന്നർത്ഥമുള്ള ജ്ഞാനപ്പൂ അമ്മാൾ എന്ന പേരും സ്വീകരിച്ചു. വടക്കൻ കുളത്തെ ഹോളി ഫാമിലി ചർച്ചും ദേവസഹായവും തമ്മിലുള്ള ബന്ധം 1686 വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ സ്ഥാപിച്ച ഈ പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്നതാണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ച് ജസ്യൂട്ട് വൈദികനായി മിഷൻ പ്രവർത്തനത്തിലൂടെ മധുരയുടെ അപ്പസ്തോലൻ എന്ന പദവി നേടിയ വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ. 1686 വടക്കൻ കുളത്ത് 200-ലധികം പേരെ ജ്ഞാനസ്നാനപ്പെടുത്തിയ അദ്ദേഹം വടക്കൻ കുളത്തെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ വളർന്നു വരുന്ന കേന്ദ്രമാക്കി മാറ്റി. 1803 ഒക്ടോബറിൽ ഹോളി ഫാമിലി പള്ളിയിലെ അവർ ലേഡി ഓഫ് അസംഷന്റെ രൂപം കൈകൾ നീട്ടി ദുഃഖം നിറഞ്ഞ ഭാവം പ്രകടിപ്പിക്കുകയും കണ്ണുനീർ പൊഴിക്കുകയും ജനം അനുദപിച്ച് സ്തുതിഗീതികൾ ആലപിച്ചപ്പോൾ രൂപം പഴയ സ്ഥിതിയിലേക്ക് മടങ്ങിയെന്നും പറയപ്പെടുന്നു. വിശുദ്ധ ജോൺ ബ്രിട്ടോ, വിശുദ്ധ ദേവസഹായം, ജ്ഞാനപ്പൂ അമ്മാൾ എന്നിവരുടെ പൈതൃക തിരുശേഷിപ്പുകൾ, ഗ്രോട്ടോകൾ എന്നിവയുടെ ആത്മീയ മൂലക്കല്ലായി ഹോളി ഫാമിലി ചർച്ച് ഇന്നും നിലകൊള്ളുന്നു.